Hi everyone, good morning. Welcome to the Women of Honor series. എല്ലാവർക്കും ഒരു നല്ല വീക്ക് ആരംഭം ആശംസിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ടും ആഗ്രഹിക്കുകയാണ്. കാരണം കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. ഇന്ന് അത് 450 വീഡിയോ ചെയ്യുവാനായിട്ട് ദൈവം കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ദൈവനാമ മഹത്വത്തിനായി ഈ 450 അതായത് 450th വീഡിയോ സമർപ്പിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കാണുന്നവരും കേൾക്കുന്നവരുമായി എല്ലാവരെയും സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹം എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൈബിൾ വേഴ്സസ് വായിക്കുകയാണ്. സാംസ് 145 അതിൽ 3-4 വാക്യങ്ങൾ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി നിൻ്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് എൻ്റെ ദൈവത്തെക്കുറിച്ച് ഏറ്റവും മഹത്വം കരയറ്റിക്കൊണ്ട് എഴുതുന്ന അവനെ പുകഴ്ത്തുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനം. അവൻ്റെ മഹിമ അഗോചരമത്രേ എന്ന് പറയുന്നു. ഈ സമയം ബൈബിളിനെ ആധാരമാക്കി പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യവും നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതായത് US ടെക്സസിൽ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ പെട്ടെന്നുണ്ടായ വെള്ളം ഉയർന്നതിനെ തുടർന്ന് സമ്മർ ക്യാമ്പിന് പോയിരുന്നതും ആയ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ അകപ്പെടുകയും അതിൽ അനേകരും മരിച്ചു പോയതും നമ്മൾ ന്യൂസിൽ കാണുവാനിടയായി. അനേകർ മിസ്സിംഗ് ആണ്. കുഞ്ഞുങ്ങൾ ക്യാമ്പിന് പോയതാണ്, സമ്മർ ക്യാമ്പ്. അതും ജൂലൈ 4 വന്നിട്ട് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അത് പ്രമാണിച്ച് വീക്കെൻഡും കണ്ടിന്യൂ ആകുന്ന അനേകർ അവിടെ ഓരോ റിക്രിയേഷന് മാത്രമല്ല, അവർ ഹോളിഡേ ആഘോഷിക്കാനായിട്ട് പോയ പലരുമുണ്ട്. അവരെക്കുറിച്ചൊക്കെയും തേടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ, അതായത് 45 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ 45 മിനിറ്റ് കൊണ്ട് അവിടെ പെട്ടെന്ന് ഒരു 24 ഫീറ്റ് വെള്ളം നദിയിൽ ഉയരുകയും അത് തുടർന്ന് കുഞ്ഞുങ്ങൾ ഒഴുകിപ്പോവുകയും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിട്ടുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ലോകത്തിലെവിടെയായാലും മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നത് അത് ഭയങ്കര ദുഃഖമുള്ള കാര്യങ്ങൾ. നമ്മുടെ ദേശത്തും അനേക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കണ്ടോലൻസസ് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഫാമിലിയെ അറിയിക്കുകയാണ്. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് എന്ന് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണാം സങ്കേത നഗരങ്ങളെക്കുറിച്ച്. അതായത് ദൈവം സങ്കേത നഗരങ്ങളെക്കുറിച്ച് പറയുന്ന അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് പറയാൻ ഇതൊരു വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കുമല്ലോ. അത് പറയുമ്പോൾ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ BC 13-ാം നൂറ്റാണ്ടിൽ ഈ പട്ടണങ്ങൾ മറ്റുള്ള പട്ടണങ്ങളിൽ നിന്നും ഏകദേശം 6 മൈൽ ദൂരത്തിലായിട്ട് ഇസ്രയേലിൽ വേർതിരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ വിശ്വാസം അനുസരിച്ചും ദൈവം പറയുന്ന കാര്യങ്ങൾ പ്രവാചകന്മാരിൽ കൂടിയോ അവരുടെ അന്ന് നയിച്ചിരുന്ന മോശ, അതുപോലെ തന്നെ യോശുവ, ന്യായാധിപന്മാർ, അവരിൽ കൂടിയാണ് ദൈവം അന്ന് സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ
പട്ടണങ്ങളെ വേർതിരിക്കാനായിട്ട് ദൈവം പറയുന്നു. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ പട്ടണങ്ങളുടെ പേരുകൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് 6 സങ്കേത നഗരങ്ങൾ ക്രമീകരിക്കാൻ ദൈവം അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കാണുമ്പോൾ ജോഷുവയുടെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 8 വാക്യങ്ങളിൽ ആ നഗരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ടുള്ളത് കാദേശ്, രണ്ടാമത് ഗോലാൻ, മൂന്നാമത് ബേസർ, നാലാമത് ഷേഖേം, അഞ്ചാമത് ഹെബ്രോൻ, ആറാമത് രാമോത്ത്. ഈ സ്ഥലങ്ങളിലാണ് അവർ പട്ടണങ്ങളെ വേർതിരിച്ചിരുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ന്യായപ്രമാണത്തിലെ നീതി എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാം. കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ, പ്രതികാരം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമസഭയിൽപ്പെട്ടവരല്ലെന്ന് നമുക്കറിയാമല്ലോ. പുതിയ നിയമസഭയിലെ പ്രമാണം സ്നേഹം മാത്രമാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നാം ഇന്നും ന്യായപ്രമാണത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. ഈവൻ ഞാനും പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുള്ള ആളാണ്. ആ കാര്യം നമ്മൾ ഓർത്താൽ നമ്മെ തന്നെ നമ്മൾ പരിശോധിച്ച് ക്രമപ്പെടുത്തി നമ്മൾ പഴയ നിയമകാലത്തല്ല ജീവിക്കുന്നതെന്നുള്ള ഒരു സുബോധം വരുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും, ഇൻക്ലൂഡിങ് മീ. ആ സങ്കേത നഗരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഷേഖേം എന്ന്, ആക്ച്വലി അത് ഷേഖേം 4-ാമത്തെ ഇതിലാണുള്ളത്. എന്നാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ചുമൽ, അതായത് ഷോൾഡർ. ഷേഖേം എന്ന സങ്കേതപട്ടണം ദൈവത്തിൻ്റെ ചുമൽ, ദൈവത്തിൻ്റെ ഷോൾഡർ എന്നാണ്. ഈ കുറ്റം ചെയ്ത ജനങ്ങൾ അവർ ശിക്ഷ അനുഭവിക്കാതിരിക്കുക, അവർക്ക് ഓടി രക്ഷപ്പെട്ട് അവിടെ അഭയം പ്രാപിക്കാനുള്ള സ്ഥലമാണ് സങ്കേത നഗരം. ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരെ ആരും ഉപദ്രവിക്കത്തില്ല, അവർക്ക് അവിടെ താമസിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ചുമലിൽ ഭാരങ്ങളെ ഇറക്കി വെച്ച് ആശ്വസിക്കുന്നതുമാണ് നമുക്ക് ഇന്ന് ആശ്വാസമായിട്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നതും. നിൻ്റെ ഭാരം അവൻ്റെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. എന്നാൽ നമ്മൾ പലപ്പോഴും ഇറക്കി വെച്ചിട്ട് വീണ്ടും ആ ഭാരത്തെയും ആ സങ്കടത്തെയും നമ്മുടെ ചുമലിൽ വീണ്ടും ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഷേഖേം, അതായത് കർത്താവിൻ്റെ ചുമലിലേക്ക് നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഇറക്കി വയ്ക്കാനായിട്ട് നമ്മൾ ശീലിക്കേണ്ടത് ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 11 ചുമലിൻ്റെ ശക്തിയെക്കുറിച്ചും ഭുജമെന്നും കർത്താവ് വിളിച്ചിരിക്കുന്നു. ബലഹീനരായ ആടുകളെ ചുമലിലേറ്റുന്നവനാണ് നമ്മുടെ ദൈവം. ആ ബലഹീനരെ, മുറിവ് പറ്റിയവരെയും ക്ഷീണിച്ചവരെയൊക്കെ കർത്താവ് ചുമലിലേറ്റി പോറ്റുമെന്നുള്ളതാണ്. അതിൽ ഇടയൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അവന് ചുമലിൽ ഏറ്റിക്കൊണ്ട് ശക്തിയുള്ളതിനെയും തള്ളയും അതിനെയൊക്കെയും മുമ്പോട്ട് നയിച്ചു കൊണ്ട് പോകുന്നു. അതുപോലെ ആ ബലഹീനരായ ആടുകളെ ചുമലിലേറ്റുന്നത് പോലെ നമ്മളുടെ ബലഹീനതകൾ നമ്മൾ അവൻ്റെ ചുമലിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളെയും ക്ഷീണിച്ചവരെയും ബലഹീനരായവരെയൊക്കെയും കർത്താവ് അവൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് നമ്മളെ മുമ്പോട്ട് നയിക്കും. നമ്മൾ ഒരു കാര്യം അറിയണം, അവൻ്റെ ചുമലിലാണ് നമ്മളിരിക്കുന്നതെന്നുള്ളത്. നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു കഥ നമുക്കറിയാം, ഫുഡ് സ്റ്റെപ്സിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല. ഒരുപാട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. കർത്താവിൻ്റെ ചുമലിൽ നാം ഇരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, ഭാരങ്ങൾ അതൊക്കെയും അവൻ ചുമക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ചുമൽ ഷേഖേമിൽ കയറി നമ്മൾ താമസിക്കുവാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ വരേണ്ടതാണ്. ഇവിടെ ഭയത്തിൻ്റെ കാര്യമില്ല. അമ്മ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പേടിയാകുന്നു എന്ന് പറഞ്ഞ് കരയുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കുക? അമ്മയിലുള്ള വിശ്വാസം കൊണ്ടാണ് അമ്മയുടെ അടുത്തേക്ക് വന്ന കുഞ്ഞ്
ചുമലിലേക്ക് ഇരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നതും അവനുള്ള ഏറ്റവും സേഫായ സ്ഥലം അമ്മയുടെ ചുമല എന്നറിയാം. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും സേഫായിട്ടും ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മുടെ കർത്താവിൻ്റെ ചുമൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും കർത്താവ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ ചുമലുമേലിട്ടുകൊണ്ട് നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ അതൊരു പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ. ഈ വീഡിയോ ചെയ്യുവാനായിട്ട് 450 വീഡിയോ ചെയ്യുവാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ ദൈവത്തിന് നന്ദിയും സ്നേഹവും കരയറ്റുകയാണ്. ബൈ ടു ഓൾ. ബൈ.